രണ്ട് വാല്യൂസ് I1 equal to 3.10 ampere, then I2 is equal to 1.37 ampere. So we got both the values. Now they are asking what is the current through. ബാക്കിയുള്ളവർ ജസ്റ്റ് നോട്ട് ചെയ്യുക. അടുത്ത ഇതിൽ കാൽക്കുലേറ്റർ ഇങ്ങനെ ഒരു കാൽക്കുലേറ്റർ ബെറ്റർ FX 991 ESO എന്നതിൽ കാൽക്കുലേറ്റർ വാങ്ങുക. കാരണം നമുക്ക് 3 ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ ഒരു കാൽക്കുലേറ്റർ കൊണ്ടുവരാൻ നോക്കുക. നമ്മൾ ഒപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇനി ഫർദർ ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പറ്റും. സാറേ കാൽക്കുലേറ്ററിന്റെ പേരൊന്നും ഒന്നും കൂടി പറയാം. കാസിയോന്റെ തന്നെ FX-99ES ESO MS 991 ES 991 സീരീസിലുള്ള ഏതെങ്കിലും വാങ്ങിയാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ചാറ്റിൽ ഇട്ടിട്ടുണ്ട് കറക്റ്റ് അതിൻ്റെ വാല്യൂ. FX-991 സീരീസ് ഓൺലൈനിലൊക്കെ വാങ്ങിയാൽ മതി, പൈസ കുറച്ച്. പക്ഷെ അന്നത്തേക്ക് നമ്മൾ ഈ മോഡ്യൂൾ കഴിഞ്ഞു പോകുന്നൊരു പ്രശ്നമുള്ളൂ. ജസ്റ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ബാക്കിയുള്ളവർ ഇപ്പൊ ഇങ്ങനെ ഒരു രണ്ട് വാല്യൂ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ രണ്ട് വാല്യൂസ് കിട്ടി. I1 is equal to 3.10 ampere, I2 is equal to 3.7, so 1.37, 3.10, 1.37. Okay, ഇപ്പം what will be the value of current through 1 ohm resistor? 1 ohm റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാ പറയാ? V/R ചെയ്യാൻ നമുക്കിപ്പം R എത്രയാന്ന് അറിയില്ലല്ലോ അല്ലെ? V/R ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. V/R എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും അല്ലെ? VR. അപ്പം കറക്റ്റ് എന്താ V/R ചെയ്താലേ ഇവിടെയുള്ള കറണ്ട് കിട്ടും. ഇപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ അഡീഷണൽ ആയിട്ട് കുറെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് 1 ഓമിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? I1 ഈക്വൽ ആയിരിക്കും അല്ലേ? ഇവിടെ കറണ്ട് ഇങ്ങനെയല്ലേ സർക്കുലേറ്റ് ചെയ്യുന്നത്. I1 എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 1 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ഏതാണ്? I1 ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി I1 വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് 3.10 ആംപിയർ. കറക്റ്റ് അല്ലേ? ഈ 4 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് എത്രയായിരിക്കും? What will be the current through 4 ohm resistor? 1.37. അല്ല, എന്തുകൊണ്ടാ? 4 ohm resistor രണ്ട് കറണ്ടും പോകുന്നുണ്ട്. I1 പോകുന്നുണ്ട്, I2 പോകുന്നുണ്ട്. സോ മൈനസ് ഓക്കെ, I1 മൈനസ് I2. സോ 3.10 മൈനസ് 1.37 അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 2 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് എത്രയാന്ന് ചോദിച്ചാൽ എങ്ങനെയാ? 1.37. I2 കറണ്ട് തന്നെയാണ് 2 ഓം റെസിസ്റ്ററിലൂടെ പോവുക. 3 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഏതാ? 1.37. അത് തന്നെ I2 എന്ന് പറയുന്ന കറണ്ട് തന്നെയാണ് 3 ഓം റെസിസ്റ്ററിലൂടെ പോവുക. സോ I1 3.11 and I2 is equal to 1.38. I3 is also equal to 1.38. I4 is equal to I1 minus I2, that is 3.1 minus 1.38 is equal to 1.72 ampere. ഓക്കെ, ആ കാൽക്കുലേറ്ററിന്റെ ഇഷ്യൂ അല്ലാണ്ട് ബാക്കി പ്രൊസീജിയർ ഒക്കെ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, കാൽക്കുലേറ്റർ ചെക്ക് ചെയ്യാം കേട്ടോ. സൊല്യൂഷൻ ഒക്കെയുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻസ് അടിച്ചു കൊടുക്കാനുള്ളതുണ്ട്. എല്ലാ ഒരുവിധം മെജോറിറ്റി കാൽക്കുലേറ്ററിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇന്ന് ഈവനിങ് അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും നോക്കുക. തീരെ കാൽക്കുലേറ്റർ ഇല്ലാത്തവര് നാളത്തെ ക്ലാസ്സിലേക്ക് നമുക്കിത് ആവശ്യമായിട്ട് വരും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. നിങ്ങൾ തന്നെ ഇക്വേഷൻ നമുക്ക് നേരത്തെ
പറഞ്ഞത് ആരായിരുന്നു? ഷെറിനായിരുന്നു നേരത്തെ പറഞ്ഞത്. കാൽക്കുലേറ്റർ ഉള്ളതായിരിക്കും മർസൂഖിന്. ഷെറിന് മർസൂഖിനെ കൊണ്ട് ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുക. ബാക്കി പ്രൊസീജിയർ ഒക്കെ നിങ്ങൾ തന്നെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ബൈ മെഷ് അനാലിസിസ് ഫൈൻഡ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ 4 ohm and 3 ohm resistor in the following circuit. മറ്റേത് എഴുതിയിട്ടില്ല. ഇവിടം വരെ എഴുതിയതല്ലേ? ഇതുവരെ ഇതിപ്പുറം. ഇതും കൂടെ എഴുതി. കഴിഞ്ഞൊന്ന് പറയണേ. Yeah. കഴിഞ്ഞു.
കംപ്ലീറ്റ് ആയില്ലേ? ഇത് കംപ്ലീറ്റ് ആയില്ലേ? മനസ്സിലാകുന്നില്ലേ? ഡൗട്ട് ഉണ്ടോ? കംപ്ലീറ്റ് ചെയ്ത ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം സാറേ നമ്മൾ ഇപ്പൊ ഗ്രൂപ്പിലിട്ടില്ലേ സാറ് ആ മറ്റേ രണ്ടാമത്തെ കാൽക്കുലേറ്റർ കുറെ ഇക്വേഷൻ വന്നില്ലേ, അതിൽ ഏത് ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്? അതിൽ ഫസ്റ്റ് ഇക്വേഷൻ. അത് ഏത് ഓപ്ഷൻ വെച്ചാൽ അതിന് ഇക്വേഷൻ വരിക മോഡില്? അതായത് ആദ്യം മോഡ് സെറ്റപ്പ് എന്ന് പറയുന്ന സ്വിച്ച് പ്രസ് ചെയ്യുക, അതിനുശേഷം 5 ഒന്ന് പ്രസ് ചെയ്യുക, അതിനുശേഷം 1 എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷന്റെ ഓപ്ഷനിലേക്ക് പോകും. ഈ കാൽക്കുലേറ്റർ ഉണ്ടോ കയ്യില്? കാൽക്കുലേറ്റർ ഉണ്ട്, പക്ഷെ മോഡ് അടിച്ചിട്ട് 5 അടിച്ചിട്ട് ഒന്നും വരുന്നില്ല. അത് നമുക്ക് ഈവനിങ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്ക് ചെയ്യാം. സാർ എക്സ് ടാബിൽ തന്നെ 3 വരുന്ന എങ്ങനെ? എക്സ് ടാബിൽ തന്നെ 3 വരുന്ന 1 2 3 താഴെ എഴുതിയിട്ട് അത് നോക്കണം, നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എഴുതിയായിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യാം? ആരാ പറയുന്നത്? രാകേഷ് പറ, എന്താണ്? ഇതില് 2 വാൾട്ട് ചെയ്തില്ലേ? 42 10 2 മാച്ച് ഉണ്ടാവില്ലേ സാറേ? മാച്ച് കണ്ടുപിടി, എത്ര മാച്ച് ഉണ്ട് നോക്കല്? മാച്ച് 1 രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? കറണ്ട് I1 ഡയറക്ഷൻ മാർക്ക് ചെയ്തു, I2 ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഓക്കെ, എങ്ങനെയാ KVL എഴുതുന്നത്? ആദ്യം എന്ത് ചെയ്യണ്ടേ? അടുത്ത സ്റ്റെപ്പ് എന്താ? സെപ്പറേറ്റ് ആയിട്ട് ഡയഗ്രാം വരക്കണം. ഓക്കെ, എന്താണ് ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെയാ വരിക? ഫസ്റ്റ് മെഷീൻ്റെ 6 ohmഉം 3 ohmന്റെ ഡയഗ്രാം. ഓക്കെ, എങ്ങനെയാ ഇക്വേഷൻ എഴുതുക? KVL ഇക്വേഷൻ
KVL V plus minus V plus IR. ഓക്കെ പറ. വാല്യൂ ഡയറക്റ്റ് പറഞ്ഞു. -42 പ്ലസ് 6 into 6I I1 6I1 plus 3I2 അല്ലേ? I1 minus I2 I1 minus I2 equal to 0 അല്ലേ? ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? എത്ര I1 ഉണ്ട് ടോട്ടൽ? 2 6I1 plus 3I1 ടോട്ടലി 9 I1 minus എത്ര I2 ഉണ്ട്? 3I2 equal to 42. So this is equation 1. Okay. അടുത്തത് ആദർശ്. യെസ് സർ. ഇത് നോട്ട് ചെയ്യാം ആദ്യം, എന്നിട്ട് പറയാം. ആദ്യം ഇത് നോട്ട് ചെയ്യാം. സാർ ഇതിനകത്ത് സ്റ്റെപ്പ് 3 ശരിക്കും മനസ്സിലായില്ലേ? ഞാൻ കഴിയുമ്പോൾ ഒരു മിനിറ്റ് ലേറ്റ് ആയിനേനു. സ്റ്റെപ്പ് 3 എന്താണ്? KVL അപ്ലൈ ചെയ്യാം. സ്റ്റെപ്പ് 1 ഉം 2 ഈ സർക്യൂട്ട് ചെയ്താണോ അല്ല നേരത്തെ സർക്യൂട്ട് ചെയ്താണോ? നേരത്തെ സർക്യൂട്ട് ചെയ്തെടുത്ത്. ഓക്കെ. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് KVL അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അല്ലെ? KVL ഈ ഓരോ മെഷിലേക്കും അപ്ലൈ ചെയ്യാം അല്ലെ? നമ്മൾ KVL പഠിക്കുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ. ആ ഒരു ഇക്വേഷൻസ് പ്രകാരമാണ് നമ്മൾ ഈ ഒരു ഫോർമുല ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക. കൺസിഡർ ദിസ് ലൂപ്പ്. ഈ ഒരു ലൂപ്പ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. 42 volt supply, then we have a 6 ohm resistance, then we have a 3 ohm resistance. So current, we are assuming that current is flowing like this. Current I1 flowing like this. So KVL എന്ന് പറഞ്ഞാൽ എന്താണ്? KVL സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? കിർച്ചോഫ് വോൾട്ട് ലോ. ആ വോൾട്ടേജിൽ in a closed circuit the algebraic sum of voltage around a closed loop is 0. 0. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ 42 നമ്മൾ അത് സോഴ്സ് വോൾട്ടേജ് ആണ് അല്ലെങ്കിൽ റെഫറൻസ് വോൾട്ടേജ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? -42 ആക്കി എടുക്കും. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് വോൾട്ടേജ്. ദെൻ പ്ലസ് ഈ ഒരു റെസിസ്റ്റർ നോക്കുക. കറണ്ട് എൻ്റർ ചെയ്യുന്ന പോർഷൻ, ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? കറണ്ട് എൻ്റർ ചെയ്യുന്ന പോർഷൻ പോസിറ്റീവും കറണ്ട് ലീവ് ചെയ്യുന്ന എൻഡ് നെഗറ്റീവും ആക്കി എടുക്കും. ബാക്കി എല്ലാ റെസിസ്റ്ററിനും അതുപോലെ മാർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് 6 ohm റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I1 ആണ്. സോ വി ക്യാൻ റൈറ്റ് വോൾട്ടേജ് അക്രോസ് 6 ohm റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു 6 into I1. ഓക്കെ. പ്ലസ് വോൾട്ടേജ് അക്രോസ് 3 ohm റെസിസ്റ്റർ ആണ് നമുക്കിപ്പോൾ കാണുന്നത്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു മെഷിൽ കറണ്ട് I1 ഇങ്ങനെ ട്രാവൽ ചെയ്യുകയും മറ്റേ മെഷിൽ കറണ്ട് I2 ഇങ്ങനെയും ട്രാവൽ ചെയ്യുന്നു. സോ 3 ohmലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിനും ഡിഫറൻസ് ആയിരിക്കും.
അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം I1 ഗ്രേറ്റർ ദാൻ I2 എന്നൊരു അസംഷൻ എടുക്കുന്നു, പ്ലസ് 3 ഇൻറ്റു ഡിഫറൻസ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ I1 മൈനസ് I2 എന്ന് എടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു C. മനസ്സിലായ ഇക്വേഷൻ എങ്ങനെയാ വന്നത്? അതറിയാം. പിന്നെ എന്ത് നിനക്കറിയാത്ത? അത് കഴിഞ്ഞ ഇക്വേഷനില്ല 4I2 മൈനസ് 4I1 പ്ലസ് 2I2 പ്ലസ് 3I2 എന്ന് പറഞ്ഞില്ലേനോ? മുമ്പിലത്തെ പ്രോബ്ലം ഇത് തന്നെ ഇതാണോ? അതല്ല, 4I2 മൈനസ് 4I1 പ്ലസ് 2I2 പ്ലസ് 3I2 എന്നില്ലേനോ? ഏതാണ്? ഏത് പ്രോബ്ലത്തില്? ഈ പ്രോബ്ലത്തില? അല്ല, കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നെ. കഴിഞ്ഞ പ്രോബ്ലത്തില് പറ. ഈ ലാസ്റ്റത്തെ ഇക്വേഷൻ 1 എന്നുള്ള അത് കൂട്ടി ഈ ഇക്വേഷൻ അത് കഴിഞ്ഞില്ല താഴത്തെ ഈ ഇക്വേഷൻ അത് എങ്ങനെയാ വന്നത് മനസ്സിലായില്ല പറഞ്ഞത്. ലാസ്റ്റത്തെ ഇക്വേഷൻ 2 എന്നുള്ള അത് അതും KVL തന്നെ അപ്ലൈ ചെയ്താണ് അല്ലേ? KVL -2 ഒന്ന് I2 ലെസ് ദാൻ I1 ആയിട്ട് മറ്റേത് I1 ലെസ് ഏത് മെഷാണോ അനലൈസ് ചെയ്യുന്നത് അവിടുത്തെ കറണ്ട് ഗ്രേറ്റർ ആയിട്ട് അസ്യൂം ചെയ്യണം. മനസ്സിലായി. ഓക്കെ, ഇത് എല്ലാരും എഴുതിയെടുത്തെന്ന് തോന്നുന്നു അല്ലേ? സർ, ആ 40 വരെ 42 വരെ ചെയ്താൽ പോരാ, അത് പിന്നെയും സിംപ്ലിഫൈ ചെയ്യണം. ബാക്കി കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കാൽക്കുലേറ്റർ ചെയ്യുന്നു കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത മെഷിൽ എങ്ങനെയാ ഫോർമുല വരിക? ആരെ പറഞ്ഞു തരുക? ഷെറിൻ ഒന്ന് പറഞ്ഞു തരുക. സെക്കൻഡ് മെഷ് 10 വോൾട്ട് ഇല്ല, 10 വോൾട്ട് വരുന്നുണ്ട്. അന്നേരം മുകളിലത്തെ ചെയ്ത പോലെ തന്നെ ആയിരിക്കും. -10 പ്ലസ് 3 ഓമിന്റെ 3 ഓം I2 മൈനസ് I1 കറണ്ട് I2 ആണ് ചോദിക്കുക. സോ I2 മൈനസ് I1 പ്ലസ് 4 ഓം പ്ലസ് 4 ഇൻറ്റു 4 ഇല്ല I2 2 ആണ്. അങ്ങനെ 2 ആണ്. I2 ഈക്വൽ ടു 0. സോ അങ്ങനെയാണോ കിട്ടിയത് നോക്ക്. ഓക്കെ, 3 ഇൻറ്റു I2 മൈനസ് I1 പ്ലസ് 4I2 മൈനസ് 10 ഈസ് ഈക്വൽ ടു 0. ആ -10 എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ പൊളാരിറ്റി ചേഞ്ച് ആയതുകൊണ്ടാണ് വന്നത് കേട്ടോ. പൊളാരിറ്റി ഇങ്ങനെ വന്നത് കൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ +10 ആണ് വരുന്നത്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത 3I2 മൈനസ് 3I1 പ്ലസ് 4I2 മൈനസ് 10 ഇസ് ഈക്വൽ ടു 0 അല്ലേ? മൈനസ് 3I1 3 പ്ലസ് 4 എത്രയാണ്? 7I2 is equal to 10. അവർക്ക് എല്ലാവരും ബാക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ. ആരും റെസ്പോൺസ് എല്ലാം കുറഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുക്കാൻ പോകുന്നു. പ്രോബ്ലം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ? സോൾവ് ചെയ്യാം. I1 I2 അത് നമുക്ക് മത്സരത്തിന്റെ ഹെൽപ്പ് നോക്കാം അല്ലേ? മത്സരത്തെ മൈക്കോണാക്കി സർ ഓപ്ഷൻസ് എല്ലാം എടുക്കാം.
I1 21 കിട്ടുന്നത്. നീ എന്തൊക്കെ ടൈപ്പ് ചെയ്തത്? ഫസ്റ്റ് ഇക്വേഷന്റെ എ എത്രയാ? ഫസ്റ്റ് ഇക്വേഷന്റെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷന്റെ എന്ന് പറയുന്നത് 9 അല്ലേ? ബി എന്ന് പറയുന്നത് ഈ -3 സി എന്ന് പറയുന്നത് 42. അല്ലെ? അത് തന്നെയല്ലേ ടൈപ്പ് ചെയ്തോ? ആ സെക്കൻഡ് ഇക്വേഷന്റെ എ എന്ന് പറയുന്നത് 7 അല്ല, അല്ല -3 അല്ലേ? I1ന്റെ ഏത് ടേമാണോ ആ ടേമാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാന് 7I2 - 3I1 = 10 എഴുതി. ഇവിടെ നീ I1ന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ആണ് എഴുതുന്നതെങ്കിൽ ഫസ്റ്റ് എഴുതുന്നതെങ്കിൽ ഇവിടെ എന്താണ് I1ന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ എഴുതണം. ഓക്കെ. I1 6 I1 6 I2 എന്ന് പറയുന്നത് 4. കാളിദാസൻ ഇപ്പം പറയുന്നല്ലേ? കുറേ ആൾക്കാർ ചെയ്യുന്നോണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. നിന്റെ ഓഡിയോ അല്ലേ എനിക്ക് കേൾക്കുന്നത്? ക്ലിയറല്ല. എല്ലാവരും സെറ്റ് അല്ലേ? കറക്റ്റ് കിട്ടിയില്ലേ? I1 I2 വാല്യൂ 6. സാർ അപ്പൊ 6 കിട്ടി. 6 പിന്നെ ഈക്വൽ ടു ആകുമ്പോൾ മർസൂഖിന് 4 കിട്ടുന്നില്ലേ? ഉണ്ട്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ വാട്ട് ദേ ഹാവ് ആസ്ക്ഡ്, വാട്ട് ഈസ് ദ കറന്റ് ത്രൂ 4 ohm and 3 ohm റെസിസ്റ്റൻസ്. ഈ രണ്ട് റെസിസ്റ്ററിലൂടെയുള്ള കറന്റ് ഫ്ലോ ആണ് ചോദിച്ചത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അങ്ങനെയാണ് 4 ഓമിലൂടെയുള്ള കറന്റ് ഫ്ലോ എന്തായിരിക്കും? 4 ഓമിലൂടെയുള്ള കറന്റ് ഫ്ലോ I2 ആയിരിക്കും അല്ലേ? I2ന്റെ വാല്യൂ എത്രയാണ്? 4. 3 ഓമിലൂടെയുള്ള കറന്റ് എത്രയായിരിക്കും? I2 - I1. അപ്പം I2 - I1 ആണ് നിങ്ങൾ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -2 ആംപിയർ ആണ് അല്ലേ? അതിന്റെ അർത്ഥം ഏതാണ് വലുത് എന്നാണ്? I1 ആണ് വലുത് അല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും I1 - I2, അതായത് നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഈ ലൂപ്പിൽ I2 - I1 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷൻ ആയിരുന്നു. അപ്പൊ നമുക്ക് മൈനസ് ആണ് കിട്ടുന്നതെങ്കിൽ കറന്റ് ഡയറക്ഷൻ അങ്ങനെയല്ല, കറന്റ് ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെ. ക്ലിയർ ആയോ? I2 - I1 ചെയ്തിട്ട് ആ സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ്? കറന്റിന്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലാണ് ആ പർട്ടിക്കുലർ മെഷീൻ നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പൊ മൈനസ് കിട്ടുന്നുണ്ടെങ്കിൽ കറന്റിന്റെ ഡയറക്ഷൻ അങ്ങനെയല്ല, എങ്ങനെയാണ്? നേരെ തിരിച്ചാണ്. അപ്പം പക്ഷെ ആ വാല്യൂ നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. 2 ആംപിയർ എന്നുള്ള വാല്യൂ കിട്ടിയാൽ മതി. ഓക്കെ, പ്രൊസീജിയർ മനസ്സിലായല്ലേ? ക്ലോക്ക് വൈസ് എഴുതണോ ലാസ്റ്റ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഇല്ല, എഴുതണമെന്നില്ല. 2 ആംപിയർ എന്നുള്ളത് എഴുതണം. ഓക്കെ, പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ.